ജേക്കബ് ജോർജ്, വടകരയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്തി നിൽക്കുന്ന അവസ്ഥ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എന്തു തോന്നുന്നു? പ്രവീൺ കുമാറിലാണ് വലിയ വലിയ പേരുകളൊക്കെ ചർച്ച ചെയ്ത് ഒരു വലിയ രാഷ്ട്രീയ പോരിന് തയ്യാറെടുത്ത കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോഴിക്കോട്ടെ യുവ നേതാവ് പ്രവീൺ കുമാറിലാണ്. ശരിക്കും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കണക്കുകൂട്ടലുണ്ടോ കാണും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വടകരയിൽ പി ജയരാജന്റെ പേര് കേട്ട് എത്രയോ ദിവസങ്ങളായി, ഇത്രയും ദിവസമായിട്ടും ജയരാജിനെതിരെ ഒരു ശക്തനായ കരുത്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ഇത്ര വലിയ നേതാക്കന്മാർ ഉണ്ടായിട്ടും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ, അതിന്റെ അപ്പുറത്ത് കോൺഗ്രസ് സംഘടനയുടെ ഒരു ബലഹീനതയാണ്, ദൗർബല്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പലതരത്തിലുള്ള വൈചിത്ര്യങ്ങൾ, വിചിത്ര രീതികൾ, വൈരുദ്ധ്യങ്ങളൊക്കെ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. 2004 മൂന്നപുരം സീറ്റ്, അതേസമയം തന്നെ കെ മുരളീധരൻ മത്സരിച്ചപ്പോഴുണ്ടായ സാഹചര്യമൊക്കെ പല നിലകളിൽ ലീഡറുടെ കുടുംബമാകെ മത്സരിക്കുന്നതൊക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമായി മാറിയിട്ടുണ്ട്. മണ്ഡലം മാറി മാറി മത്സരിക്കുന്ന പി.സി. ചാക്കോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മണ്ഡലം വിട്ടുകൊടുക്കാത്ത കെ.വി. തോമസ്, ഇത്തവണ അതിന് മാറ്റം, ഇതെല്ലാം പല തരത്തിൽ നമ്മൾ പല കാലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പോലെ ഇത്രമാത്രം നേതാക്കൾ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് കോൺഗ്രസിൽ ഇത്രമേൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മുതിർന്ന നേതാക്കന്മാർ, കാരണം ഹെവി വെയ്റ്റ് ആവശ്യമാണ് ഒരു മത്സരത്തെ കണ്ടത്. പക്ഷേ CPM ആണെങ്കിൽ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചപ്പോ അതിനോട് കിടപിടിക്കുന്ന ഒരു നിര നേതാക്കന്മാരെ അവതരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അതാണ് പെട്ടെന്ന് കോൺഗ്രസിനകത്ത് കൺഫ്യൂഷൻ കടന്നുകൂടി. കെ.എസ്. വേണുഗോപാൽ ആലപ്പുഴയിലില്ല, മുല്ലപ്പള്ളി വടകരയ്ക്കില്ല, ഉമ്മൻചാണ്ടി എങ്ങോട്ടുമില്ല. അത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് എന്ന് പറയുന്നത് കേഡർ വോട്ടല്ല, കേഡർ പ്രവർത്തകരില്ല. പക്ഷേ ശക്തമായ ഒരു ജനാധിപത്യ ശക്തികളുടെ അടിത്തറ കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗ് ഒരു വശത്തുണ്ട്, കേരള കോൺഗ്രസ് മറുവശത്തുണ്ട്. കോൺഗ്രസിന്റെ തന്നെ ഒരു സംഘടന ദുർബലമാണെങ്കിൽ പോലും അതിന്റെ പിന്തുണ എങ്ങുമുണ്ട്. അതിനെ ആശ്രയിച്ചാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വടകരയിലെ എത്ര കണ്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇടതുപക്ഷക്കാർക്ക് ഒരു വലിയ വികാരം അത് ഇപ്പോൾ ആലപ്പുഴയിലായാലും വടകരയിലായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഒരു വലിയ മാനസികമായ രാഷ്ട്രീയമായ ആധിപത്യത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. എതിരാളിയെ കണ്ടെത്താൻ പോലും ആകാതെ കോൺഗ്രസ് പതറുന്നു എന്നൊരവസ്ഥ അതിനകത്തുണ്ട്. എങ്ങനെയൊക്കെ ആരൊക്കെ എതിർത്താലും അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തൊരു വലിയ അഡ്വാൻറ്റേജ്, മുൻതൂക്കം തന്നെയാണ്. ഈ ഘട്ടത്തിൽ പ്രചരണം ശക്തി പ്രാപിക്കുമ്പോൾ അതിന് മാറ്റം വരും. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി സിദ്ദിഖിന് വേണ്ടി വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം ഉമ്മൻചാണ്ടി പിടിച്ചതല്ലേ കാര്യങ്ങളെ ആകെ മാറ്റിമറിച്ചത്? വർഷങ്ങളായി ഐ ഗ്രൂപ്പ് കൈവശം വെച്ച സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. ഐ ഗ്രൂപ്പിന് വലിയ അതൃപ്തി. ഈ സിദ്ദിഖ് വടകരയിൽ മത്സരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതീക്ഷ താളം തെറ്റുന്നു. മുല്ലപ്പള്ളിയുടെ പ്രതീക്ഷ താളം തെറ്റുന്നു. ഉമ്മൻചാണ്ടിയുടെ കടുത്ത നിലപാടിന് മുൻപിൽ അതിനെ മറികടക്കാൻ മുല്ലപ്പള്ളിക്ക് ആവുന്നില്ല. രാഷ്ട്രീയ പ്രാധാന്യം, വടകരയിൽ സിദ്ദിഖ് മത്സരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാകുന്നില്ല. ഈ നിലകളിലൊക്കെ മാറ്റം സംഭവിച്ചത് ഈ വയനാട് സിദ്ദിഖ് എന്നതിലല്ലേ? അതെ, വയനാട് ഒരു പ്രധാന പ്രശ്നമായി. കാരണം ഉമ്മൻചാണ്ടി വയനാട് സീറ്റിൽ പിടിമുറുക്കിയപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അപ്പോഴത്തെ ഇത് ഐ ഗ്രൂപ്പുകാരെ എറണാകുളത്ത് പിടിമുറുക്കി. കെ.വി. തോമസ് സിറ്റിംഗ് MP അവിടുന്ന് മാറ്റി. ശരിക്കും പറഞ്ഞാൽ അതാണ് കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടായ പ്രചാരണ രംഗത്തുണ്ടായ, പൊതുരംഗത്തുണ്ടായ ഒരു തിരിച്ചടി. കെ.വി. തോമസ് ഇടഞ്ഞതോടുകൂടി പ്രശ്നങ്ങൾ ആകെ വഷളായി. അദ്ദേഹത്തോടൊരു വാക്ക് ഉരിയാടിയില്ല എന്ന കാര്യം പുറത്തു വന്നു. എല്ലാം ഈ ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ആളാണ്, ഗ്രൂപ്പിന്റെ ആശാനാണ്. അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല. കാരണം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സിദ്ദിഖ് അദ്ദേഹത്തിന്റെ അനുയായിയാണ്. മുമ്പും സിദ്ദിഖിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ ഇത്തവണ ഒരു സീറ്റ്, അത് വയനാട് സീറ്റ് കിട്ടിയേ മതിയാവൂ എന്ന് ഉമ്മൻചാണ്ടി സാക്ഷ്യം പിടിച്ചു. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി. വളരെ പ്രകടമായി തെളിയുന്ന ഒരു കാര്യമില്ലേ ശ്രീ ജേക്കബ് ജോർജ്? വടകരയിൽ കോൺഗ്രസ് ജയിക്കുക എന്നതല്ല ഉമ്മൻചാണ്ടി അടക്കം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഗ്രൂപ്പുകാരനായ സിദ്ദിഖ് സുരക്ഷിതമായ വയനാട് നിന്ന് ജയിക്കുക എന്നതാണ് തനിക്ക് പ്രധാനമെന്ന് ഉമ്മൻചാണ്ടി പറയാതെ സ്വയം തെളിയിച്ചില്ലേ? അതെ, തീർച്ചയായിട്ടും സിദ്ദിഖ് എന്താണെങ്കിലും ജയിച്ച് കയറി MP ആവണം. അതുകൊണ്ട് ഷുവർ സീറ്റ് സിദ്ദിഖിന് ഉറപ്പാക്കുക. വടകരയിലെ എന്ത് വരട്ടെ എന്നുള്ളത് അത് കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആ ഒരു ചിന്ത. അവിടെ വടകരയിലെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു മെസ്സേജാണ് അവർ കേരള സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു
ഒരു പിടിവാശിയല്ല, ഈ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കൾക്കിടയിലെ കൂട്ടുത്തരവാദിത്വമില്ലായ്മ കൂടിയുണ്ട്. ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പുകളുടെ താല്പര്യം. വയനാട് പോകുമ്പോൾ ചെന്നിത്തലയ്ക്ക് അതൃപ്തി, ഐ ഗ്രൂപ്പിന് പരാതി. എന്നാൽ പാലക്കാട് നിങ്ങൾ ഏറ്റെടുത്തില്ലേ, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ കെ വി തോമസിനെ മാറ്റി നിങ്ങൾ ഐ ഗ്രൂപ്പുകാരനായ ഹൈബീഡിനെ മത്സരിപ്പിക്കുന്നില്ലേ എന്ന് മറുചോദ്യം ചോദിച്ചുകൊണ്ട് വയനാട് സേഫാക്കാൻ, വയനാടും ഇടുക്കിയും കൈക്കലാക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നിലനിർത്താൻ എ ഗ്രൂപ്പിന് കഴിയുന്നു. മറുഭാഗത്ത് വടകര, അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് എന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്ക് ഈ നേതാക്കൾ കഴിയും. ഞാനതാണ് പറഞ്ഞത്, ഈ നേതാക്കൾക്കിടയിൽ വളരെ സുപ്രധാന ഘട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു കൂട്ടുത്തരവാദിത്വമില്ലായ്മ അതുകൂടി പ്രകടമാകുകയായിരുന്നോ ഈ തീരുമാനങ്ങൾ? കൂട്ടുത്തരവാദിത്വം മാത്രമല്ല, ശക്തമായൊരു നേതൃത്വം, ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡർ ഉണ്ടല്ലോ. KPCC അധ്യക്ഷനെങ്കിൽ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവെങ്കിൽ പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഒരാൾക്കും ഈ ഗ്രൂപ്പിന്റെ കെട്ടുപാടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതാണ് അവരെ ദുർബലരാക്കുന്നത്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ആന്റണി പക്ഷത്തിന്റെ ആള്. പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു സമുന്നതനായ നേതാവ് പോലും കൂടെയുള്ള ഒരാളിനെ സംരക്ഷിക്കാൻ വേണ്ടി പെടാപാടുപെടുമ്പോൾ കോൺഗ്രസ് നേതൃത്വമാണ് ദുർബലമാകുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലായ്മ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്ന രീതി, അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ മൊത്തം ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിന്റെ ഒരു ദൗർബല്യം അത് തന്നെയാണ്. ശക്തമായ നേതാക്കൾ ഉണ്ടായെങ്കിൽ മാത്രമേ സംസ്ഥാന തലത്തിൽ, പ്രാദേശിക തലത്തിൽ, ഗ്രാമങ്ങളിൽ, വില്ലേജുകളിൽ, ബ്ലോക്കുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടി ആ നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ പറ്റൂ. ഇതാണ് BJPയെ കണ്ടുപഠിക്കേണ്ടത്. കേന്ദ്രത്തിലെ BJP പ്രസിഡന്റും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഐക്യം നോക്കിക്ക്, രണ്ടുപേരും ഒരു ശരീരം ഒരു മനസ്സ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇപ്പോഴങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമുക്കറിയാം KPCC അധ്യക്ഷൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ദൗർബല്യവും. ഇവിടെ ഒരു കാര്യം, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും മറ്റ് നേതാക്കളായും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുന്നു, അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും എന്നാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിലെത്തിയപ്പോൾ കാര്യങ്ങൾ മറിഞ്ഞു. പാർട്ടി റിസ്ക് എടുക്കാനല്ല, നേതാക്കൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നവർ സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽപരരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള വലിയ മത്സരവും. ഇവിടെ വടകരയുടെ കാര്യത്തിൽ ഈ നിർദ്ദേശം, പ്രവീൺ കുമാറിൻ്റെതടക്കമുള്ള സംസ്ഥാന നേതൃത്വം വെക്കുന്ന നിർദ്ദേശത്തെ രാഹുൽ ഗാന്ധി അതേപടി അംഗീകരിച്ച് ഒപ്പിട്ട് നൽകും എന്ന് ജേക്കബ് ജോർജ് കരുതുന്നുണ്ടോ? അല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്താണ് ഹൈക്കമാൻഡിനെ? ഹൈക്കമാൻഡ് ഇറങ്ങി വന്ന് വടകരയിലെ പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനാവില്ലല്ലോ. കേരളം കൊടുക്കുന്ന, സംസ്ഥാനം കൊടുക്കുന്ന ഒരു ലിസ്റ്റ് നില പരിഗണിക്കാൻ പറ്റൂ. ഇപ്പൊ രമ്യ ഹരിദാസ് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് തന്നെയാണ് രമ്യ ഹരിദാസ് വന്നത്. അതുകൊണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ല ശ്രീ ജേക്കബ് ജോർജ്. അതായത് 16 സീറ്റിൽ 12 സീറ്റ് നേരത്തെ തീരുമാനിക്കുന്നു, 4 തർക്കം മൂലം അല്ലെങ്കിൽ തീരുമാനമാകാത്തതുകൊണ്ട് മാറ്റിവെക്കുന്നു. ആ 4 മണ്ഡലങ്ങളെക്കുറിച്ച്, അതിൽ പ്രത്യേകിച്ച് വടകരയെക്കുറിച്ച്, മുല്ലപ്പള്ളി പ്രതിനിധാനം ചെയ്ത വടകരയെക്കുറിച്ച്, അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള രാഹുൽ ഗാന്ധി സ്വാഭാവികമായും അത് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യം ഉന്നയിച്ചാൽ മുകുൾ വാസ്നിക് മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഒരു മറുപടി യെസ് എന്ന് രാഹുൽ ഗാന്ധിയോട് പറയാനാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെ ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ അവിടെ മുല്ലപ്പള്ളി, ഈ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയാണ് പ്രശ്നം. മുല്ലപ്പള്ളി KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഗ്രൂപ്പ് പരിവേഷവും കേട്ടില്ല. അത് കൂടി അദ്ദേഹം ചെയ്ത ഒരു കുറ്റപ്പാട് എന്ന് പറയാൻ വടകര സീറ്റിൽ ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 2 തവണ വിജയിച്ച സീറ്റാണ്, അവിടെ ഞാനില്ല എന്ന് പറയുന്നു. KPCC അധ്യക്ഷൻ എന്ന മാർജിൻ അദ്ദേഹത്തിന് കൊടുക്കാം. എങ്കിൽ പോലും അവിടെ ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ കണ്ടെത്താൻ KPCC അധ്യക്ഷൻ എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞ പോലെയല്ല, KPCC പ്രസിഡന്റ് നിസ്സഹായനായി പോകുന്നത് അവിടെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് വയനാട് സിദ്ദിഖിന് വേണ്ടി ആഞ്ഞു പിടിക്കുമ്പോൾ മുല്ലപ്പള്ളി മനസ്സിൽ കണ്ട സിദ്ദിഖിനെ വടകരയിൽ മത്സരിപ്പിക്കാനാവുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തത്തിന് മുമ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് നിസ്സഹായനാണ്. അതെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. സിദ്ദിഖ് വടകരയിൽ സിദ്ദിഖായിരുന്നുവെങ്കിൽ, കാരണം ഇതിനകത്ത് ലോക്സഭയിലേക്ക് ആണ് മത്സരം, അത് ഓർക്കണം. അവിടെ ഹെവി വെയിറ്റ്സ് ആണ് രംഗത്തിറങ്ങുന്നത്. വടകരയിൽ അതിലും പ്രത്യേകിച്ച്. അതെ, ജേക്കബ് ജോർജ് ഒന്ന് ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീ പന്തളം സുധാകരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പന്തളം സുധാകരൻ, ഈ വടകര സീറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ മാറിയത് അത് രാഷ്ട്രീയമായി അത്ര നല്ലൊരു ഏർപ്പാടായി ശ്രീ പന്തളം സുധാകരന് തോന്നുന്നുണ്ടോ? അല്ല, എങ്ങനെ മാറിയതായത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്.
എത്രയും വേഗം ഒരു സ്ഥാനാർത്ഥി, കാരണം ഇങ്ങനെ ചർച്ച വന്ന് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ ചർച്ച ഇങ്ങനെ വരുന്നത്, ചർച്ച എപ്പോഴും കോൺഗ്രസിന്റെ ഒരു ഭാഗം തന്നെയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയമായാലും ഏത് തീരുമാനം എടുക്കുന്ന കാര്യത്തിലും ചർച്ച ചെയ്ത് ഒരു കുളമാകുന്ന സാഹചര്യം വരെ എത്തും. പക്ഷെ അവിടുന്ന് കരകയറും എന്തായാലും. പക്ഷെ ഇവിടെ ശ്രീ പന്തളം സുധാകരൻ, വടകരയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ പല മണ്ഡലത്തിലും കണ്ടത്, ഈ ഉറപ്പിച്ച നേതാക്കളായ ആളുകൾ അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ അവസാന നിമിഷം പിന്മാറുന്നു. വടകരയിലേക്ക് വരുമ്പോൾ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷ മുന്നണി പ്രചരണവുമായി ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ അതിന് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആരും സ്വയം തയ്യാറാകുന്നില്ല. പകരം സിദ്ദിഖടക്കം സുരക്ഷിതമായ വയനാട് തേടി പോകുന്നു. ഇവിടെ KPCC പ്രസിഡന്റ് പകരം ഒരാളെ നിർദ്ദേശിക്കാനില്ല, ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നൊരു ഫീല് ആണ് ഈ ചർച്ചകളിലൂടെ, ഈ വഴിമുട്ടിയ അവസ്ഥയിലൂടെ പുറത്തേക്ക് വന്നത്. അല്ല, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായി നിയമിതനായ ആ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഇനിയൊരു തെരഞ്ഞെടുപ്പ്, അതായത് വടകരയിൽ നിന്നല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി എന്ന് പറഞ്ഞാണ്. ആദ്യം അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞു, അത് കഴിഞ്ഞ് മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞതാണ്. അതുപോലെ ജയരാജൻ വന്നതുകൊണ്ട് മാറുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരും കരുതുന്നില്ല. താങ്കൾ പറഞ്ഞ ശരിയാണ്. KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ ഒരു ഉത്തരവാദിത്വം, അദ്ദേഹം MP ആയിരുന്ന ഒരു മണ്ഡലത്തിൽ മത്സരരംഗത്തുനിന്ന് പിന്മാറുമ്പോൾ അവിടെ ആരാണ് ഉചിതമായി വരേണ്ടത് എന്നൊരു കണക്കുകൂട്ടൽ വേണ്ടേ മിനിമം? തീർച്ചയായിട്ടും വേണം. കാരണം സ്വയം പിന്മാറുന്ന സ്ഥാനാർത്ഥി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവ് കൂടിയാകുമ്പോൾ തീർച്ചയായും അവിടെ നടക്കുന്ന വിജയ പരാജയങ്ങൾ അദ്ദേഹത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ അത് സംശയമില്ല. പിന്നെ അവിടെ ജയരാജൻ വന്നതിന് ശേഷം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലാണ് ഈ തർക്കം വന്നിട്ടുള്ളത്. ആ തർക്കം എന്തായാലും ഇന്ന് പരിഹരിക്കും, അല്ലെങ്കിൽ അത് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് എനിക്ക് അതൊരു സംശയമില്ല. ശരി, ശ്രീ പന്തളം, ഒരു കാര്യം കൂടി അവസാനം, അതായത് വടകരയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തിൽ നിന്നുകൊണ്ട് ഏത് നിലയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിന് അഭികാമ്യം? ഈ വടകരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ഒരു ക്രിമിനൽ കേസിൽ, അതും ഒരു കൊലപാതക കേസിൽ പ്രതിയായ ഒരാൾ മത്സരിക്കുന്ന, അതായത് ഇന്നിപ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു അക്രമരഹിതമായ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ജനങ്ങളെ ശാന്തിയും സമാധാനവും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്ന ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ അവിടെ LDF നടത്തുന്നത്. ശ്രീ പന്തളം, അത് പറയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പഴികേട്ടിട്ടുള്ള K സുധാകരനെയാണ് നിങ്ങൾ കണ്ണൂരിൽ മത്സരിപ്പിക്കുന്നത്. നാൽപ്പാടി വാസു വധക്കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൺമാനടക്കം ആക്ഷേപം കേട്ട പ്രതിയാക്കപ്പെട്ട സാഹചര്യം ഒരു ഭാഗത്ത്, അതുപോലെ എത്രയോ ഭാഗത്ത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക്, അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ് പി ജയരാജനെ കുറിച്ച് പറയുമ്പോൾ അതേ നാണയത്തിലാണ് കണ്ണൂരിൽ K സുധാകരനെ നിങ്ങളും സ്ഥാനാർത്ഥിയാക്കിയത്. അല്ല, K സുധാകരന്റെ അത്ര അതിനേക്കാൾ ഗ്രാവിറ്റി യഥാർത്ഥത്തിൽ പി ജയരാജന്റെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഗ്രാവിറ്റിയിലേ ഉള്ളൂ തർക്കം. അല്ല, ഗ്രാവിറ്റി കൂടുതൽ യഥാർത്ഥത്തിൽ പി ജയരാജനാണ്. ഇപ്പോൾ പ്രസന്റ് കണ്ടീഷൻ ഇവിടെ നമ്മളെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ച എം എം മണിയെ മന്ത്രിയാക്കിയ നാടാണ് കേരളം. അതെ, ഇതിനെയൊക്കെ വിമർശിക്കുന്ന പന്തളം, അത് തെറ്റാണെന്ന് പറയുന്ന പി ജയരാജന്റെ പ്രതിനിധാനം ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ ആണെന്ന് പറയുമ്പോൾ ആ പാർട്ടി K സുധാകരനെ പോലും സ്ഥാനാർത്ഥിയാക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഞാൻ K സുധാകരൻ കുറ്റവാളിയാണെന്നോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുത്ത ഒരാളല്ല. കാരണം ഒരു പി ജയരാജനും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, അതിപ്പം കാണാമല്ലോ വരുന്ന ആളുകൾ. അല്ല, അത് വേറെ വിഷയം. ഞാൻ അതിന്റെ തർക്കത്തിലേക്കല്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, പൊതുവായ എന്റെ അഭിപ്രായം ഒരിക്കലും കൊലപാതക രാഷ്ട്രീയത്തിനെന്നല്ല അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവിനെയും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായം. അത് വളരെ സ്വാഗതാർഹമായ ഒരു തുറന്ന നിലപാട് തന്നെയാണ്. ഒരു പാർട്ടിയും അത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് ഒടുവിൽ ശ്രീ പന്തളം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം ഏറ്റെടുക്കാൻ കഴിയുന്ന ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ പന്തളം പറഞ്ഞു വെച്ചതാണ്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണം കോൺഗ്രസ് വടകരയിൽ കണ്ടെത്താൻ. അവിടെ തന്നെ മുല്ലപ്പള്ളി മാറുമ്പോൾ അദ്ദേഹത്തിനും കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. തനിക്കു ശേഷം അവിടെ ആ ഫൈറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച്. അത് ഉണ്ടാകാതെ പോയതും ശരിയായില്ല എന്ന് പറയുന്ന സാഹചര്യം. അവിടെയാണ് പ്രവീൺ
പ്രവീൺകുമാർ എന്ന ഒരു പേര്, യഥാർത്ഥത്തിൽ ഒരു പേര് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് തന്നെ മറ്റൊരു തരത്തിൽ അനുചിതമാണ്. എങ്കിലും പരസ്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി അൺഫിറ്റാണ് എന്ന നിലയിൽ പ്രവർത്തകരടക്കം അഭിപ്രായം പറയുന്ന നിലയിലേക്കല്ലേ നിർഭാഗ്യവശാൽ പ്രവീണിൻ്റെ പേര് ഇപ്പോൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത്? ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന്. ശ്രീ ജേക്കബ് ജോർജ്, കേൾക്കാമെങ്കിൽ, ഇവരൊരു പേര് നിർദ്ദേശിക്കുമ്പോൾ ആ പേര് അൺഫിറ്റാണ് എന്ന് പ്രവർത്തകർക്ക് പോലും തോന്നുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വടകരയിൽ നിലനിൽക്കുകയല്ലേ? അദ്ദേഹം ഇപ്പോൾ ലൈനിലില്ല. വടകരയിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് കൂടി ചേരുകയാണ്. ഷഹീദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മത്സരിക്കാനുള്ള ഭാഗ്യം വന്നെത്തി നിൽക്കുന്നത് പ്രവീൺകുമാറിൻ്റെ പേരിലാണ്. ഷഹീദ്, ശരത്ത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്ന സാഹചര്യം, ദുർബലരായ സ്ഥാനാർത്ഥികളാക്കി വടകരയിൽ കൊണ്ടുവരാനുള്ള നീക്കം, ഇതിലെല്ലാം വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പൊതുവെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. അതവർ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവർ ഇതിനകം തന്നെ പാർട്ടി KPCCക്കും ഉന്നത കോൺഗ്രസ് നേതാക്കന്മാർക്കുമെല്ലാം ടെലിഫോണിലും അല്ലാതെയുമായി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. കാരണം P ജയരാജനെ CPM ഇവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതിലൂടെ വലിയൊരു വെല്ലുവിളിയാണ് CPM കോൺഗ്രസിന്റെ മുമ്പിൽ ഇട്ടു തന്നിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ചും വിലയിരുത്തുന്നത് ഈ വെല്ലുവിളി യഥാവിധ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പ്രധാനമായും ഉയരുന്നത്. P ജയരാജനോട് ഏറ്റുമുട്ടാൻ തക്ക പാകത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പോലും നിർദ്ദേശിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നതിൽ വലിയ അസ്വസ്ഥരാണ് കോൺഗ്രസ് പ്രവർത്തകർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. RMP അവരുടെ സ്ഥാനാർത്ഥിയെ പോലും പിൻവലിച്ച് കോൺഗ്രസിന് നിർബാധം പിന്തുണ, ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം. ആ രീതിയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ P ജയരാജനോട് ഏറ്റുമുട്ടാൻ വേണ്ടി വടകരയിൽ വരണമെന്ന് പ്രവർത്തകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ അനിശ്ചിതമായി ഇത് നീളും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതമായി നീളും സാഹചര്യം, അത് മണ്ഡലത്തിൽ ഒരു ഫൈറ്റിന് പോലും ഒരു പോരാട്ടത്തിന് പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നൊരു പ്രതീതി, അത് വലിയൊരു നിരാശ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല നേതാക്കന്മാരും മണ്ഡലത്തിലുള്ള DCC തലത്തിലുള്ള അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ തലത്തിലുള്ള പല നേതാക്കന്മാരും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലരും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പരസ്യമായി പോലും പ്രതികരണത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യമാണ് വടകരയിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ ഉള്ളത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രവീണിൻ്റെ പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രവീൺ നമുക്കറിയാം നാദാപുരത്ത് LDF സ്ഥാനാർത്ഥിയുമായി കഴിഞ്ഞ നല്ലൊരു ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. 5000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് മാത്രമാണ് പരാജയപ്പെട്ടത്. അങ്ങനെയൊരു നേട്ടമാണ് പ്രവീൺ കുമാറിൻ്റെ KPCC സെക്രട്ടറി പ്രവീൺ കുമാറിൻ്റെ പേര് മുന്നോട്ട് വെക്കാൻ അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കപ്പെടുന്നതിലുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ എങ്കിൽ കൂടി കുറച്ചുകൂടി P ജയരാജനുമായി, അല്ലെങ്കിൽ നമുക്ക് പലരും നേരത്തെ നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ P ജയരാജൻ എന്നുള്ള ഒരു സ്ഥാനാർത്ഥി എത്തിയതോടുകൂടി മണ്ഡലത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ നേതൃതലത്തിലുള്ള ഒരു നേതാവ് എത്തേണ്ട സാഹചര്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ ഈ നേരത്തെ പലരും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലരും മുല്ലപ്പള്ളിക്ക് നേരെ പോലും ഈ തരത്തിലുള്ള ഒരു വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മുല്ലപ്പള്ളി ഈ സീറ്റിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ പകരം ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ മുല്ലപ്പള്ളിക്ക് കഴിഞ്ഞില്ല എന്നൊരു വിമർശനവും മണ്ഡലത്തിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അസ്വസ്ഥത കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏത് നിമിഷവും പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരത്, ശരിയാണ് ഷഹീദ്, തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ നിർത്താൻ കോൺഗ്രസിനാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും KPCC സെക്രട്ടറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KPCC നേതൃത്വം നൽകിയിരിക്കുന്ന പേരായി പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡിന് രാഹുൽ ഗാന്ധിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്.